നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ആകത്തുക അയാസ്വനമൽ എഴുതി എന്ന കവിത ഉസ്മാനു വരീസി പാടിയതാണ്. അത് മങ്കൂസ് മൗരിദിൽ പെട്ടതല്ല എന്ന് ആര് പറഞ്ഞിട്ടില്ല? എലത്തൂർ ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് വെറും അബദ്ധമാണ്. അങ്ങനെ മനസ്സിലാക്കിയതും അങ്ങനെ പറഞ്ഞതും ഉസ്താദിന് ആ പേരിൽ ദ്വാ ചെയ്തു കൊടുത്തതൊക്കെ ദ്വാ നല്ലതാണെങ്കിലും ആ ചെയ്തത് വലിയ അബദ്ധമായി എന്ന് 2 സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞത് വലിയ തെറ്റായി പോയി. ഉസ്താദ് പറഞ്ഞിട്ടില്ല. മറിച്ച് ആ വാക്കിൻ്റെ ശേഷമുള്ള വാക്ക് വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകുന്ന ആശയമാണ്. അദ്ദേഹത്തിനും മനസ്സിലാകേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് അയാസ്വനമൽ എഴുതി മുതൽക്കുള്ള ബെയ്ത്തുകൾക്ക് ജവാബ് ചൊല്ലിയതുകൊണ്ട് യാതൊരു തകരാറും ഇല്ല. യാതൊരു തകരാറും ഇല്ല. മൂന്നാമത്തത് അയാസ്വനമൽ എഴുതി എന്ന ബെയ്ത്തിനിക്ക് സ്വലാത്തു തസ്ലീമു എന്ന ജവാബ് മുസന്നിഫിന്റെ കോപ്പിയിൽ ഉണ്ടോ, രചനയിൽ ഉണ്ടോ? അത് വേറൊരു ചർച്ചയാണ്. അത് രചനയിൽ പുതിയ രചനകളിലാണ് കാണുന്നത്, പഴയ രചനകളിൽ കാണുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ ഇന്നലെ സമർത്ഥിച്ചു. പിന്നെ വൈരത്തൂർ സാഹിന്റെ ചർച്ച 4ാമത്തെ ഒരു ചർച്ചയാണ്. എന്താണ്? അയാസ്വനമൽ എഴുതി എന്ന ബെയ്ത്തിനിക്ക് ജവാബ് ചെല്ലുന്നത് യോജിപ്പില്ല എന്നതാണ്. മറ്റൊരാളുടെ വാക്കുകൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് മൗലിദുകളുടെ സ്വഭാവം എന്താണ്? ജവാബ് ചൊല്ലാതിരിക്കലാണ്. ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ, അതിനോട് താരതമ്യപ്പെടുത്തി അതിനോട് ഖിയാസാക്കുമ്പോൾ ഇവിടെയും ചൊല്ലാതിരിക്കലാണ് യോജിപ്പ് എന്ന് മാത്രമാണ് ആര് വാദിച്ചിട്ടുള്ളൂ? ഉസ്താദ് വാദിച്ചിട്ടുള്ളൂ. യോജിപ്പ് കുറവാണ് എന്നല്ലാതെ പാടില്ല എന്നോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾ ചൊല്ലിയത് കൊണ്ട് തെറ്റുമില്ല, ചൊല്ലാതിരുന്നുകൊണ്ടും തെറ്റില്ല. പക്ഷെ കിതാബിലുണ്ടോ ഇല്ലേ? ഇതാണ് ചർച്ച. കിതാബിൽ പുതിയ കോപ്പികളിലാണ് അത് കണ്ടത്. പഴയ കോപ്പികളിൽ അധികവും ഇല്ല, മുനാസബത്തും ഇല്ല, ചൊല്ലുന്നതിന് തകരാറും ഇല്ല. ഇതാണ് സത്യം. ഇനി ഉസ്മാനുവിന് വൈരുത്തി എന്ന് പറയുന്ന ആ മനുഷ്യൻ ചൊല്ലിയ ഖസീദ കഴിഞ്ഞു. ഇനി ചരിത്രത്തിന്റെ സീറ കിതാബുകളിലൊക്കെ, സീറത്തുൽ ഹലബിയയിലും അതുപോലുള്ള കുറെ സീറ കിതാബുകളിൽ കാണാം അത് ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ റിപ്പോർട്ട് ബൈഹഖിയുടെ റിപ്പോർട്ടല്ലേ, അത് കഴിഞ്ഞതിന് ശേഷം തലകീഴായി മറിഞ്ഞു വീണ വിഗ്രഹത്തിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവര് പാട്ടുപാടിയ സങ്കടപ്പാട്ട് കഴിഞ്ഞതിന് ശേഷം ആ ബിംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശരീരി കേട്ട അശരീരിയാണ് ഇനി പറയാൻ പോകുന്നത്. അത് ആരുടെ വാക്കല്ല, ഉസ്മാനു വൈരിസി എന്ന് പറയുന്ന ആളുടെ വാക്ക് അല്ല. മൗലിദ് എന്ന് തോന്നും ഉസ്മാനു വൈരിസിന്റെ വാക്കാണെന്ന്. കാരണം കാല ഉസ്മാനു വൈരിസി ചൊല്ലി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് വരെ ചൊല്ലിയിരിക്കുകയാണ്. അതിൽ തറദ്ദ മുതൽക്ക് ആരുടെ വാക്കല്ല, ആരുടെ മക്കൂലല്ല, വരിസിന് മക്കൂലല്ല. അങ്ങനെ ഒരു വിഷയത്തിലുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് പൊന്നാനി ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ പാപ്പ അതിന്റെ ജവാബും താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. ഉസ്മാൻ വൈരിസി പറഞ്ഞതും അതിന്റെ ജവാബും താഴെ കൊടുക്കുന്നു. അപ്പോൾ ഉസ്മാൻ വൈരിസി പറഞ്ഞതുണ്ട്, അല്ലാത്തതുണ്ട് എന്ന് മറുപടി പറയലാണ് ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ പാപ്പാന്റെ ഉദ്ദേശം. അല്ലാതെ ആ ജവാബും താഴെ കൊടുക്കുന്നു എന്ന് പറയണ്ടല്ലോ. ഉസ്മാൻ വൈരിസി പറഞ്ഞ വാക്കുകളും അതിന് ബിംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജവാബും മറുപടിയും കൊടുക്കുന്നു എന്നാണ്. എല്ലാ സ്വലാത്തു തസ്ലീം എന്ന ജവാബിനെ കൊടുക്കുന്നു എന്ന അർത്ഥത്തിന് അല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയോ അദ്ദേഹം? അല്ലാഹു അഅലം. ഏതായിരുന്നാലും മങ്കൂസ് മൗലിദിന്റെ കയ്യെഴുത്ത് പ്രതികളിൽ
പതിപ്പുകളിൽ കയ്യെഴുത്തിൽ നുസ്ഖകളിൽ ഈ തറദ്ദ എന്നതിന് മുമ്പ് ഒരു ചെറിയ വാക്കും കൂടിയുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്. അതുണ്ടായാൽ ഏറ്റവും നന്നായി ഈ കോപ്പിക്ക്. ചില കോപ്പികളിൽ ഇവിടെയുണ്ട്, തറദ്ദയുടെ മുമ്പുണ്ട്. അപ്പോൾ അവർ ബിംബത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ടു എന്നൊരു വാക്ക് മഖ്ദൂം തങ്ങൾ പാപ്പാന്റെ വാക്കായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. പഴയ മൗലിദിന്റെ കയ്യെഴുത്ത് കോപ്പികളിൽ അങ്ങനെ കാണുന്നുണ്ട്. എന്തൊരു വാക്ക് എൻ്റെ അടുത്തുണ്ടത്. അവര് അശരീരി കേട്ടു. ഏതാണ് അശരീരി? തറദ്ദാലി മൗലൂദിൻ തളാത്ത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റബ്ബി. എന്താണ് ബിംബമേ നീ ഇങ്ങനെ തകർന്നു വീഴാനുള്ള കാരണം? എന്തേ നിനക്ക് പറ്റിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി അള്ളാഹുവിന്റെ വക്കൽ നിന്ന് ഉണ്ടായ ഒരു സൃഷ്ടിപ്പ് വാക്കിനെയാണ് അവർക്ക് കേൾപ്പിക്കുന്നത്. ആ സമൂഹത്തെ തൗഹീദിലേക്ക് ഉണർത്തുന്ന വാക്കാണ് ഇനിയുള്ളത്. അത് ഉസ്മാനുൽ വൈരിസി പറഞ്ഞത് അല്ല, മറിച്ച് ഇലാഹിയായ ഒരു കലാമ് മാത്രമാണ്. തറദ്ദ ആ ബിംബം വീണുപോയത്, തളർന്നു വീണത്, അത് വീണത് അത് വീണത് എന്താണ് കാരണം പിടുത്തം കിട്ടാതെ നിൽക്കുമ്പോഴല്ലേ ഒരു പാടിയതൊക്കെ. ആ ബിംബം വീണു പോയതിൽ മൗലൂദിൻ, അതൊരു ഉയർന്ന കുഞ്ഞിന് വേണ്ടി വീണതാണ്. ആ കുഞ്ഞിന്റെ ജന്മത്തിന് വേണ്ടി വീണതാണ്. അതാരാ കുഞ്ഞ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിന് വേണ്ടി വീണതാണ്. എങ്ങനത്തെ കുഞ്ഞാണ്? അല്ലാഹു ബിനൂരിഹി, ആ കുഞ്ഞിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതാണ്. ജമീഉ ഫിജാജിൽ അർളി, ഭൂമിയുടെ ഫജ്ജുകൾ, വഴികൾ, വിശാല വഴികൾക്കാണ് ഫജ്ജ് എന്ന് പറയാം. ഫജ്ജിന്റെ ജമാണ് ഫിജാജ്. ഫിജാജിൽ അർളി, ഭൂമിയിലുള്ള വഴികൾ മുഴുവൻ പ്രകാശിക്കും. ഭൂമിയിലുള്ള എല്ലാ വഴികളും ധർമ്മമില്ലാതെ ഇരുളടഞ്ഞ ആ ഭൂമി പ്രകാശിക്കാനുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ജനിച്ചതിന് വേണ്ടിയാണ് ആ ബിംബങ്ങൾ വീണത്. ഖൗഫൻ, പേടിച്ചുകൊണ്ട് വീണതാണ്. മിനറൂബി, പേടിയിൽ നിന്ന് പേടി. പേടിയിൽ നിന്ന് പേടി ഉണ്ടായാലും ഭയങ്കര പേടിയായില്ലേ? പേടിയിൽ നിന്നും പേടിയാകുമ്പോ എന്താവും? അധോലോക പേടിയായി. പേടിയെന്ന് അറിയാലും, പേടിന്റെ പേടിയെന്ന് അറിയാലോ ഭയങ്കര പേടി. ചിലവര് പറഞ്ഞു മിനറൂബി എന്നുള്ള വാക്കിന് അർത്ഥമില്ല, കാരണം ഖൗഫൻ എന്ന് പറഞ്ഞിരിക്കണല്ലോ. അത് ആ വാക്കിന് അർത്ഥമില്ല. അർബുൽ അർബാ, അറബിയായ അറബി എന്ന് പറഞ്ഞാൽ ഭയങ്കര അറബി എന്നാണ് അർത്ഥം. യൗമുൻ ഐവം, പകലായ പകല് പറഞ്ഞാൽ ഭയങ്കര പകൽ എന്നർത്ഥം. ലൈലും മുലയിൽ, രാത്രിയായ രാത്രി പറഞ്ഞാലോ ഭയങ്കര ഇരുളുള്ള രാത്രി എന്ന് പറഞ്ഞാൽ. ഖൗഫൻ മിനറൂബി എന്ന് പറഞ്ഞാലോ പേടിയിൽ നിന്നുള്ള പേടി, ഭയങ്കര പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് ബുഖാരിയുടെ ഹദീസിൽ കാണാൻ, ഉസിർതു ബിർറുഅബി نصرت بالرعب من مسافة شهر أو كما قال. عفوا يا رسول الله. എന്നെ ഒരു മാസം ദൂരത്തുള്ള എൻ്റെ എതിരിലുള്ള ആളുകൾ പേടിക്കും. അത് ഇന്നുള്ളതാ. അത് അള്ള വെച്ച ഒരു പണിയാണ്. ഏത് കായികാഭ്യാസിയും ഏത് ആയുധ സജ്ജീകരണം ഉള്ളവനുക്കും മുഹമ്മദിയാക്കളെ പേടിയാണ്, അള്ളാഹു ഇട്ട് കൊടുത്ത പേടിയാണ്. അതാ നബിയുടെ മുഅ്ജിസത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലക്കും. മനസ്സിലായില്ലേ? അതിന്റെ ശേഷം പിന്നെ നിലനിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതിന്റെ ഫദിലക്കത്തല്ലേ പിന്നെ നടക്കാൻ പോണത്. അപ്പോ നുസീർതു ബിർറുഅബി മസാഫത്ത ഷഹീരി, ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്തുള്ള ആളുകൾ മുത്തുനബിയെ ഭയപ്പെടും, മുത്തുനബിന്റെ ആളുകളെ ഭയപ്പെടും. ഏത് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പേടിണ്ടാവും. എന്താ കാട്ടുന്നത്? നമ്മളെ അടുത്തുള്ള ഇപ്പൊ എന്താ, നമ്മളെ അടുത്തുള്ളത് ഒരു മരത്തിന്റെ കൊള്ളിന്റെ ഇവിടെ കത്തിയൂസ ബാള എന്ന് പറഞ്ഞോണ്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷേ എല്ലാരെ കൽബിലും പേടിയാണ്. എന്തോ 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 എന്തോ
അത് അള്ളാഹു വെച്ച ഒരു പേടിയാണ്. അത് ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അതാ നബിയെ പിടിച്ചാൽ ആ പേടി എല്ലാ കാലത്തും നിലനിൽക്കും. അതാണ് ഖൗഫം മിനർ റുഅബി, പേടിച്ച് ഭയവിഹ്വലരായി, പേടിയിൽ നിന്ന് പേടി, പേടിയിൽ നിന്നുള്ള പേടി, മനപ്പേടിയിൽ നിന്നുള്ള പേടി വന്നിട്ട് എല്ലാ ഭൂമിയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേടി വന്നിട്ടാണ് ഈ ദേവങ്ങൾ വീണത്. ആ കുഞ്ഞ് കാരണത്താൽ ആ കുഞ്ഞ് അല്ലാഹു ബിനൂരി, ആ കുഞ്ഞിനെ കൊണ്ട് പ്രകാശിക്കും. മുലാരീന്റെ അർത്ഥം വെക്കണം, അത് ഉറപ്പായതുകൊണ്ട് മാലിന്റെ ഇബാറത്തിട്ടതാണ്. അല്ലാഹു ബിനൂരി ജമീഉ ഫിജാജിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ ഫജ്ജുകളും ആ നബിയെ കൊണ്ട് പ്രകാശിക്കും. നബിയുടെ ദൗത്യമെത്താത്ത, ധർമ്മവിപ്ലവമെത്താത്ത ഒരു നാടും ഇന്നില്ല. കുറ്റം പറയുന്ന ഒരാളുമില്ല. പിന്നെ ഒരാൾ അന്ന് കഴിഞ്ഞ ഒരാളെ കുറ്റം പറയണമെങ്കിൽ രേഖ വേണ്ടേ? തസ്ലീമക്കോ റുഷിദിക്കോ എന്തെങ്കിലും രേഖ ഉണ്ടോ? ആ പേരിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ ചരിത്രം പഠിക്കൽ. അല്ലാഹ് പ്രകാശിക്കും ബിനൂരിഹി, ആ നബിയുടെ പ്രകാശം കൊണ്ട് പ്രകാശിക്കും, ഹിദായത്ത് കൊണ്ട് പ്രകാശിക്കും. ഇരുളടഞ്ഞ ലോകത്തെ ജമീഉ ഫിജാജിൽ അർദ്, അങ്ങനത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ ബിംബങ്ങളെല്ലാം വീണത്. ഖൗഫം മിനർ റുഅബ്, പേടിയിൽ നിന്നുള്ള പേടിയാൽ വീണതാണ്. വനാറു ജമീഅൽ ഫുർസി ഖദ് ഖാമദത് ലഹു വഖദ് ബാത ഷാഹുൽ ഫുർസി ഫി അളമിൽ കർബി. മാത്രമല്ല വനാറു ജമീൽ ഫുർസി, ഫാരിസികള് പേർഷ്യക്കാരുടെ തീ, അത് നേരത്തെ ഗദ്യത്തിൽ പറഞ്ഞില്ല, പദ്യത്തിൽ പറയണ മുമ്പ് അത് ഹമദത്ത് രണ്ടും പറയാം. ഹമീദ എന്നുണ്ട്, ഹമീദ യഹ്മദു എന്നുണ്ട്, ഹമദ യഹ്മുദു എന്നുണ്ട്. കെട്ടടങ്ങിയിരിക്കുന്നു. പേർഷ്യക്കാരുടെ ആരാധിക്കപ്പെടുന്ന തീകൾ കെട്ടടങ്ങിയിരിക്കുന്നു. മാത്രമല്ല വഖദ് ബാത ഷാഹുൽ ഫുർസി, പേർഷ്യക്കാരുടെ രാജാവ്. ഷാഹു എന്ന് പറഞ്ഞാൽ അറബിയല്ല, പക്ഷെ അറബികൾ ഉപയോഗിച്ചു വരുന്നൊരു വാക്കാണ്, ഫാർസി വാക്കാണ്. ആ ഷാഹുൽ ഫുർസ്, പേർഷ്യക്കാരുടെ രാജാവ് ആരായിരുന്നത്? ഇന്നലെ പറഞ്ഞില്ലേ, അനുഷർവാൻ അഥവാ കിസ്ര അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? നിങ്ങൾ മറന്നുകണ്, നിങ്ങൾക്ക് ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ പോയാൽ മതിയല്ലോ. ഫി അളമിൽ കർബി, അമിതമായ കർബില്, വേദനയില്, വിഷമത്തില് ആയിരിക്കുന്നു, ആകെ അന്താളിപ്പിലായിരിക്കുന്നു. അതുകൊണ്ട് ഫയാലാ ഖുസൈൻ ഇർജിഉ അൻ വലാലിക്കും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹബി. ഫയാ ആല ഖുസൈൻ എന്നാണ്. ആല് എന്നതിലെ ഹംസയും അലിഫും കറിയുമ്പോൾ എന്തായി? ല ഖുസൈൻ എന്നായി. ഫയാ ആല ഖുസൈൻ, ഖുസൈ ഗോത്രക്കാരെ, ഖുസൈ കുടുംബമേ. ആല ഖുസൈൻ എന്നാണ് അസ്ല്. ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ യാല ബക്കരി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടിന്റെ അവിടെ പറയലുണ്ടല്ലോ, യാ ആല ബക്കരി. അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. ബാ ഫളിൽ, അബൂ ഫളിൽ എന്നുള്ള മാന, അബാ ഫളിൽ എന്നാണ്. ബാ ഫളിൽ, ബാ ഫഖീഹ്, ബാ മഖ്റമ എന്നൊക്കെ അതിന്റെ കസൽ എങ്ങനെ? അബാ ഫഖീഹ്, അബാ ഫളിൽ എന്നാണ്. എന്നിട്ട് അറബികൾ എങ്ങനെ ഉപയോഗിക്കും? ഒരു ബാ എന്ന് ഉപയോഗിക്കും. കുടുംബത്തിന് അങ്ങനൊക്കെ ഉണ്ട്. അത്ര ഒട്ടിച്ചേരുന്ന സാധനമാണ്. അതിനൊരു അക്ഷരം മതി, എന്നാ തന്നെ കുടുംബം നിലക്കും. ഉണ്ടാ അത് തന്നെ ബനു, അങ്ങനെ തന്നെ. ബൽ അംബർ എന്താ? ബനുൽ അംബർ. ബൽ ഫഖീഹ് എന്നാണ്, ബനുൽ ഫഖീഹ്. ബൽ അംബർ, ബനുൽ ഫഖീഹ് എന്നൊക്കെ. ബൽ ഫഖീഹ് എന്ന് പറയാം, ബാ ഫഖീഹ് എന്ന് പറയാം. ബാ ഫഖീഹ് തറവാട് ഏതാ? അബുൽ ഫഖീഹാണ്. ബൽ ഫഖീഹ് തറവാടോ? ബനുൽ ഫഖീഹാണ്. രണ്ട് തറവാട് മലബാറിലുണ്ട്. ഞങ്ങളവിടെ ഉണ്ട് ബൽ ഫഖീഹ് തറവാട്, സയ്യിദന്മാര്. എന്നാൽ ആലിലും അതേമാതിരി നടക്കും. ആല് ആ കുടുംബല്ലേ. അപ്പൊ യാ ആല ഖുസൈൻ, ഖുസൈൻ എന്നുള്ള റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ വല്യാപ്പയാണ്. അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, ഖുസൈ.
കിലാബ് എന്നവരുടെ മകനായ അബ്ദു മനാഫ് എന്ന് പറയുന്ന വലിയ മഹാനെ സംബന്ധിച്ചാണ് അവരുടെ ഉപ്പാനെ പറ്റിയാണ് ആര് പറഞ്ഞത്? എന്ത് പറഞ്ഞത്? ഖുസൈ എന്ന് പറയും. അപ്പോ ഫയാല ഖുസൈ എന്ന് പറഞ്ഞാൽ യാ ആല ഖുസൈൻ വയാർഫിനിദ ആല എന്നുള്ള മുനാദ മുദാഫ് ഇടാ. അപ്പൊ മുനാദ മുദാഫിന്റെ നസ്ബാണ് ഏത്? ല ഖുസൈ എന്നുള്ള ലാമുമുള്ളത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെ കുറെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ബൈത്തിലെ യാല ബക്കരിൻ അൻസിറു ലി കുലൈബ യാല ബക്കരിൻ ഐന ഐനൽ ഫിറാറു എന്ന് പറഞ്ഞ അവിടത്തേക്കുള്ള തർക്കീബാണ് ഞാൻ പറഞ്ഞത്, ഇറാബാണ് ഞാൻ പറഞ്ഞത്. ഇനി യാല ഖുസൈ എന്നുള്ളത് മുസ്തഖാസിലെ ലാമാക്കാവുന്നതാണ്. അപ്പോ മുസ്തഖാസ് ലഹു ഏതാ? ലിൽ ഹുദാ, ഹിദായത്തിലേക്ക് നിങ്ങൾ ലായാല ഖുസൈൻ ഖുസൈ ഗോത്രക്കാരെ നിങ്ങളെ ഞാൻ സഹായിക്കാൻ വിളിക്കുന്നു. എന്തിനെ സഹായിക്കാൻ? ലിൽ ഹുദാ, ഹിദായത്തിനെ സഹായിക്കാൻ വിളിക്കുന്നു. അല്ലെങ്കിൽ ലിൽ ഇസ്ലാം, അതിന്റെ അവസ്ഥ, അതിന്റെ സന്ദർഭം എത്തിപ്പെട്ടു, അതിന്റെ ടൈമായിരിക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ലാമ് സായിദാക്ക, ലാമ് സായിദ. അപ്പൊ തേക്കീത് കിട്ടും. എന്റെ കുസയ്യേ എന്താണ് യാ കുസയും യാല കുസയും തമ്മിൽ ഫർക്ക് എന്താ? സായിദാവുമ്പോ തേക്കീതല്ലേ, വേസ്റ്റ് എന്നുള്ള അർത്ഥത്തിനല്ല, പദത്തിന്റെ അർത്ഥമല്ല, മജാദിയോ ഹക്കീക്കിയോ അല്ലാത്ത അർത്ഥത്തിന്റെ പേരാണേത്? സായിദ. തേക്കീദിനെ കുറിക്കുന്നതിനാണ് സായിദ എന്ന് പറയുന്നത്. സായിദ വാക്ക് എവിടെ ഉണ്ടാവില്ല? ഫസിഹ കലാമിൽ ഉണ്ടാവില്ല, ഫസാഹത്ത് നഷ്ടപ്പെടും. വെറുതെ എന്നുള്ള അർത്ഥത്തിനുള്ള സായിദ. തേക്കീദ് അതിന്റെ ഒളിയായ മാനയുമല്ല മജാദിയായ മാനയുമല്ലാത്ത ഒരു മാന പറയുമ്പോഴാണ്, ഊന്നൽ മാത്രം കുറിക്കുമ്പോഴാണ് എന്താകുക? സായിദ. അതിന് ഇതാന്റെ തേക്കീതാണെങ്കിൽ എങ്ങനെ അർത്ഥം വരിക? യാല കുസൈൻ, കുസയ്യോ, അങ്ങനെ തേക്കീത്. അല്ലെങ്കിൽ കുസൈന്റെ തേക്കീതാണെങ്കിലോ എന്റെ കുസയ്യേ, അങ്ങനെ കുസൈന്റെ തേക്കി, അങ്ങനെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അങ്ങനെ സായിദയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മനസ്സിലായില്ലേ? ചിലവര് അല്ല, ലാമ് മുത്തഅയിന് സായിദ അല്ല, അത് അസ്ലിയാണ്, അത് താലൂക്കുള്ള ലാമാണ്, ജാറത്തായ ലാമാണ്. ജാറത്താണെന്നുള്ള ഇഷ്കാലില്ല. ഖുസൈന്നല്ലേ പറഞ്ഞു. മുസ്തഖാസിന്റെ ലാമിന് ഫത്തയാണെന്നല്ല നിയമം. മുസ്തഖാസ് ലഹുവിന്റെ ലാമിനോ കസുറും ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ആ ലാമ് അത് അസ്ലിയാണെന്ന് പറഞ്ഞവരുണ്ട്. അസ്ലിയാണെങ്കിൽ അതിന് താലൂക്കുണ്ടാവും. സായിദക്കൊന്നും ഉണ്ടാവില്ല, ഷിബു സായിദക്കും താലൂക്കുണ്ടാവില്ല. അപ്പൊ താലൂക്കൈനോടാണ്, അത് ഉനാദിനോടാണെന്നൊരു കൂട്ടര് യാ എന്ന നിദാന്റെ അർഫിൽ എന്തുണ്ട്? യാ എന്ന അർഫിൽ നിദാന്റെ മായനുണ്ടായതുകൊണ്ട് അതിമക്കാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പറഞ്ഞവരങ്ങനെ പറയട്ടെ, നമ്മൾ നേരം വെക്കും. ഹുബ്ബു, നിങ്ങൾ കാറ്റ് പോലെ നിങ്ങൾ ഉളരുക, അടിച്ചു വീശുക. ഹുബ്ബു, നിങ്ങൾ ഉളരുക. ഇലൽ ഇസ്ലാം, ഇസ്ലാം ഉൾക്കൊള്ളാൻ ഉളരുക. ഇലൽ ഇസ്ലാം, ഇസ്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾ ഉളരുക. അടുത്ത കാലത്ത് തന്നെ. വൽ മൻസിൽ റഹ്ബി, വിശാലമായ മൻസിലുണ്ട്, സ്വർഗലോകം. ആ സ്വർഗലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ഉളരുക. ഖുസൈ ഗോത്രക്കാരെ അഥവാ അറബികളെ അവിടെ ഒരുമിച്ച് കൂടിയ, ആ ഉത്സവത്തിന് ഒരുമിച്ച് കൂടിയ ആളുകളെ വിളിച്ചു പറഞ്ഞാണ്. അതിൽ കൂടുതൽ ഖുസൈകളായിരിക്കും. അതായിരിക്കും ഖുസൈനെ മാത്രം പ്രത്യേകമാക്കിയത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പാർ ഓരോരുത്തരും ആ കാലത്തെ നേതാക്കന്മാരായിരുന്നു. അബ്ദുൽ മുത്തലിബ് ഒരു കാലത്ത് നേതാവാണ്, അബ്ദു മനാഫ് നേതാവാണ്. നേതാവല്ലാത്ത ഒരാൾ ആ കൂട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വലിയ 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 ഉയർന്ന നാട്ടിലെ വലിയ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ശുദ്ധന്മാരായ ആളുകളായിരുന്നു. അപ്പൊ ഖുസൈ എന്ന് വിളിക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ ഉയർന്ന കുടുംബത്തെ ആയിരിക്കാം. അപ്പൊ താഴെയുള്ളവർ രണ്ടെട്ടോ ചോട്ട് പെടും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടിയവരെ അധികം ആരായിരിക്കണം? കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഖുറൈശ് എന്തായിരുന്നു? അവരുടെ ദേവന്റെ അടുത്തായിരുന്നു. ആ വ്യക്തിദേവൻ ഉണ്ടാവും, കുടുംബദേവൻ ഉണ്ടാവും. പലർക്കും പല ദേവന്മാരുണ്ടാവും. എല്ലാവരും കൂടി പോറ്റാൻ ഒരു ദേവന് മാത്രം കഴിയൂലല്ലോ.
കുറേ ദേവമില്ലാഞ്ഞാല് ഇപ്പൊ ഈ നമ്മളെ കുടുംബം നോക്കാൻ ഒരു ദേവം ആദ്യമേ ഒരുമിച്ച് കൂടുമ്പോൾ മറ്റേ കുടുംബത്തിൽ നോക്കാൻ ഏത് ദേവൻ, അതിനവിടെ ഒരു വേറെ ദേവം വേണം. അപ്പൊ ദേവങ്ങളുടെ ദേവങ്ങളില്ലാഞ്ഞാല് കാര്യങ്ങൾ നടക്കൂല. കാരണം എന്തുകൊണ്ട്? കുറേ കാര്യങ്ങൾക്ക് നമ്മുടെ സ്വന്തം വ്യക്തിപരമായ ഒരു ദേവമാണ്. അത് പോക്കറ്റിലുണ്ടാവും, കൊണ്ടടക്കും. പോക്കറ്റിൽ കൊണ്ടടക്കുന്നത് മാത്രമല്ല, കക്ഷത്ത് കൊണ്ടടക്കുന്ന ഓരോരോ അവനാന്റെ ദേവത്തിന് പ്രത്യേക ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ. കാരണം അവനാനെ കാക്കാൻ ഒരാള്, ഓരോരുത്തരെ കാക്കാൻ ഒരാള്, അവനവൻ, അതാണ് അവനാൻ. മലപ്പുറം ഭാഷ. പിന്നെ ഓരോരുത്തരും വ്യക്തിപരമായി കാക്കാൻ, പിന്നെ കുടുംബത്തെ കാക്കാൻ. നമ്മൾ 14 കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ഒരാൾ വേണ്ട, അതിനൊരു ദേവൻ അവിടെ ഉണ്ടാവും. പിന്നെ വലിയ കുടുംബങ്ങൾക്ക് ഒന്നായിട്ട് ഒരു ഏരിയയിൽ ഒരു ദേവൻ അതുണ്ടാവും. ഇത് ഖുറൈശികളുടെ ഏരിയ ദേവനാണ് ഇവിടെ അടഞ്ഞു വീണത്. ആ ദേവന അപ്പൊ ഖുറൈശികളിൽപ്പെട്ടാണല്ലോ ഖുസൈ ഗോത്രം അല്ലേ? അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറത്ത്, കാബ്, ലുഐ, ഖാലിബ്, ഫിഹ്ർ, മാലിക്, നളിറാണല്ലോ ആര്? ഖുസൈ. ഇവരെ അഭിപ്രായപ്രകാരം, ബലപ്പെട്ട അഭിപ്രായപ്രകാരം. അപ്പൊ ഖുറൈശി ഗോത്രത്തിൽ ഖുറൈശികൾ അവരുടെ ദേവന്റെ അടുത്ത് ഒരുമിച്ച് കൂടിയതായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. അല്ലാതെ കഅബാലയത്തിന് ഒരുമിച്ച് കൂടിയ വർത്താനല്ലല്ലോ പറഞ്ഞു. ഓലെ ദീറിൽ, ഓലെ അമ്പലത്തിൽ അവലെന്ത് ചെയ്തിരുന്നു? ആരാധനാലയത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ കക്ഷത്തിൽ ദൈവത്തിനെ വെച്ച് കൊണ്ടടക്കണവരുണ്ട്, പോക്കറ്റിൽ വെച്ച് കൊണ്ടടക്കണവരുണ്ട്. പിന്നെ വീട്ടില് എന്നും തൊഴുതാൻ വേണ്ടി ഒരു ദേവനെ വെക്കണവരുണ്ട്. വീട്ടിൽ നിന്ന് മൊത്തം കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ദേവനുണ്ട്. അങ്ങനെ ദേവൻ റബ്ബം വാഹിദൻ അമൽ ഫറബ്ബി അദീനു ഇലാ തഖസമത്തിൽ ഉമൂറു. അക്കാലത്തൊരു ചങ്ങായി ചിന്തിക്കണ ഒരാളുണ്ടായിരുന്നു. അയാള് ചിന്തിക്കാതെ പോവാൻ അടിയിലേക്ക് ഒരു ചിന്ത വന്നു. അപ്പൊ അയാൾ പാടിയ പാട്ടാണ് ആ റബ്ബം വാഹിദൻ, ലോകം ഒന്നായിട്ട് പോറ്റുന്ന ഒരു റബ്ബിനെയാണോ? ആ അൽഫ റബ്ബിൻ, അതിൽ 1000 റബ്ബിനെയാണോ? ഇവിടെ പറഞ്ഞില്ലേ ബിസയ്യിദി റബ്ബി എന്ന് പറഞ്ഞില്ലേ? റബ്ബ് എന്ന് വിളിച്ചിക്കാനുള്ള ആരെ? ദേവനെ. അറബ് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ പറയുള്ളൂ. ആ പദാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹ്ക്ക് മാത്രം പറയുന്ന വാക്ക് ഇയാൾക്ക് ഉപയോഗിച്ചു, ഈ ദേവന് ഉപയോഗിച്ചു. ഇത്തരം തെണ്ടിത്തരമുള്ള ഷിർക്കിന്റെ കഠിന ഷിർക്കിന്റെ പ്രയോഗം അള്ളാഹിന്റെ പേരായിരിക്കും ഉപയോഗിച്ചിക്ക? അറബ് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറബിയിൽ പറയുള്ളൂ, അള്ളാഹു തആലാക്ക് മാത്രമേ പറയുള്ളൂ. ചോട്ടാ ദേവന്മാർക്കൊന്നും ചെയ്യില്ല, പറയില്ല. ഇനി ലോക റബ്ബായാലും വേണ്ടിയില്ല, പറയില്ല. ഇലാഫത്ത് ചെയ്തേ പറയുള്ളൂ, റബ്ബി എന്നൊക്കെ പറയും. എന്നാലും നമുക്കും പറയാൻ പാടില്ല. ഒരാൾ നമ്മൾ പോറ്റുന്നുണ്ട് വെച്ചിട്ട് റബ്ബി എന്ന് പറയാൻ പാടില്ല. ബഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇന്ന റബ്ബി അഹ്സന മത്വായ എന്ന് പറഞ്ഞത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്താണ്. അത് നമ്മുടെ ശരീഅത്തല്ല. നമ്മുടെ ശരീഅത്തിൽ ഇന്ന റബ്ബി എന്നും വിളിക്കാൻ പാടില്ല ഒരു നേതാവിനെ എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാമും പറഞ്ഞിട്ടുണ്ട്, പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. റബ്ബി എന്നും വിളിക്കാൻ പാടില്ല. ഇലാഫത്ത് ചെയ്തിട്ട് ലാഹിറായ ഇസ്മുക്ക് ഇലാഫത്ത് ചെയ്തിട്ട് പറയാ, അല്ലെങ്കിൽ റബ്ബുഹു, റബ്ബുദ്ദൈ എന്നൊക്കെ പറയാന്നല്ലാതെ കണ്ട് മറ്റേ റബ്ബി എന്നുള്ള നിദയിൽ വിളിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത്. അത് ബഹ്സാണ്, കുഫ്റാവൂല, പക്ഷേ പാടില്ല എന്നുള്ളതാണ് ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തിലെ തെളിവടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഫയാല ഖുസൈൻ, ഖുസൈ ഗോത്രക്കാരെ, ഇർജിഉ, നിങ്ങൾ മടങ്ങുക, വലാലിക്കും, നിങ്ങളുടെ ആ റബ്ബം വാഹിദൻ, അങ്ങനെ ഒരു റബ്ബിനെയാണോ? ലോകരക്ഷിതാവായ ഒരു റബ്ബിനെയാണോ? ആ മൽഫ റബ്ബിൻ, അല്ലതല്ല 1000 റബ്ബിനെയാണോ? അദീനു, ഞാൻ ഇബാദത്ത് എടുക്കുന്നത്. ഇതാ തഖസ്സമത്തിൽ ഉമൂറു, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പലതായി വരുമ്പോൾ എന്റെ വിഷയങ്ങളൊക്കെ പറയാൻ 1000 റബ്ബിനെയാണോ വിളിക്കേണ്ടത്, ഒരു റബ്ബിനെയാണോ വിളിക്കേണ്ടത്? അയാള് നൗഫലോ വൈഫിലോ അതായത് ഞങ്ങായി പാടിയതാ. അയാൾക്ക് ഒരു നേരത്തെ ഒരു ബോധം വന്നപ്പോ പാടിയതാണ്. ഈ 1000 റബ്ബ് ശരിയല്ല. തറക്കത്തുല്ലാത വലുസ്സാ ജമിആ കദാലിക യഫഅലു റജുലുൽ ബസീറു. അങ്ങനെ ആയത്തെ വൈത്തിന്റെ ലാസ്റ്റ് എങ്ങനെയായിരുന്നു?
തന്നെ ഉമൂറൂന്നല്ലേ ആ ബസീറു. ബുദ്ധിയുള്ളവന് ലാത്തനി ഹുസൈനൊക്കെ ഒഴിവാക്കിയിട്ട് അവനെ പാട്ട് പോയിട്ട് ഞങ്ങ ഒരു ലെവലില്ലല്ലോ. ഇംബ്രൂൽ കൈസ് എന്ന് പറഞ്ഞ ഒരു ബേട്ടം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ ഇത്ര വലിയൊരു കൊരോധം വേറെ ഒരു മനുഷ്യനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇംബ്രൂൽ കൈസ് എന്നാ പഹന്റെ പേര്. ഓനിങ്ങനെ കള്ളുകുടി പെണ്ണുപിടി ഹിപ്പി മുടിയും കുപ്പി കേസിയിലായിട്ട് അങ്ങ് നടക്കുന്ന ആളാ. ഓന്റെ അച്ഛനെ ആരോ വെട്ടിക്കൊന്നു. നമ്മളറിയില്ലട്ടോ. ആ ചരിത്രത്തിൽ കണ്ടതാ. മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരു കിതാബുണ്ട്, 3 വാള്യമുള്ള. അതിൽ കണ്ടതാ. ഇയാളെ വെട്ടിക്കൊന്നു. അപ്പൊ ഇയാള് മകന് എവിടോ കളിച്ചാണ്, അമ്പെയ്ത്ത് ഇത് കളിച്ചാണ്. അപ്പൊ വന്നിട്ട് പറഞ്ഞു എന്റെ അച്ഛനെ വെട്ടിക്കൊന്നിക്കണം, എന്റെ വാപ്പാനെ വെട്ടിക്കൊന്നിക്കണം. ആ നേരത്ത് കളി നിർത്തണ്ടേ? അല്ലയോ മലാബു ഓതൻഹറുബ്. ഇന്ന് കളി നീളട്ടെ, ഇന്ന് കളി നിർത്താൻ പറ്റൂല, നിങ്ങൾ കൊണ്ടേ കുഴിച്ചിട്ടാളി. നാളെ ആപ്പനെ കൊന്നേരായിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോവാണ്. ഇന്ന് കളി നിർത്താൻ പറ്റൂല, കളി തുടങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് അല്ലയോ മഹർബ് അലാബ്, ഇന്ന് കളി ഓതൻ ഹർബ്, നാളെ യുദ്ധം. ആരേറ്റ്? ആപ്പാനെ കൊന്നേരായിട്ട്. അങ്ങനെ വാപ്പാനെ കൊന്നവരെ കൊല്ലാൻ വേണ്ടി ദേവന്റെ അടുത്ത് ചെന്നാണ്ട് ആദ്യം അന്വേഷിച്ചിട്ടാണ് പോയത്. അപ്പൊ ദേവന്റെ അടുത്ത് നിന്നിട്ട് ദേവന്റെ തല കൊഴിഞ്ഞുകൊടുത്ത് സഹമുകളൊക്കെ അമ്പും കുറ്റികൾ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ഒന്ന് കണ്ണുമീറ്റ് എടുത്തു നോക്കുമ്പോ ദേവൻ പറഞ്ഞു ലാ തഫഅൽ, നീ പോണ്ടാന്നാ. അപ്പോ അവിടുത്തെ സാധാനോട് പറഞ്ഞ് ആ പൂജാരിയോട് പറഞ്ഞു ഒന്നും കൂടി ഇടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി ഇട്ട് ആദ്യം തന്നെ ലാത്ത ഇഫൽ എന്നുള്ളതാണ് എടുത്താ പോരെ നീയത്തിച്ച് കാണ്ടേ. അപ്പൊ നോക്കുമ്പോ അതിലും ലാത്തഫൽ പോണ്ട, അപകടമാണെന്ന്. അപ്പൊ മൂന്നാമതും പൂജാരിനോട് പറഞ്ഞ് മൂന്നാമത്തെ മേലാണ് ഉറപ്പ് വരിക, അതുകൊണ്ട് ഒന്നും കൂടി ഇടാണെന്ന്. മൂന്നാമത്തെ കിട്ടപ്പോ അതിലും പറഞ്ഞു ലാത്തഫൽ പോണ്ടാന്ന്. അതിൽ ദേഷ്യാണ് പിടിച്ച് കൈക്കൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവന്റെ തല ഒറ്റ കൊത്ത, അത് തല അപ്പുറത്ത് വീണ്. തഖൂലു ഫീ കുല്ലി മർറ ലാത്തഫൽ. എപ്പ നോക്കിയാലും ഇത് പോണ്ട എന്റെ വാപ്പാനായിട്ട് വന്ന് നോക്കേണ്ടിനു, ദേവന്റെ വാപ്പാനായിട്ട് കൊല്ലണ്ടീന്. അപ്പ അറിയാന് കോലം ഇന്റെ വാപ്പാനല്ലേ കൊന്നത്, എനിക്ക് ലാത്തഫൽ എന്ന് പറഞ്ഞാൽ മതി, എളുപ്പമുണ്ട്. അവിടുന്ന് അതിന് ആദ്യം ആരെ വെട്ടിക്കൊന്ന്? ദേവന്റെ തല പോയി. എന്താണ് ഇപ്പൊ ഈ കാട്ടുന്നത്? ഒരു നോവല്. എനിക്ക് മനസ്സിലായില്ല, നമുക്ക് മനസ്സിലാവണമെന്നില്ല കേട്ടോ. വൽ മൻസിലി റഹ്ബി ഖാല ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. സുബ്ഹാനല്ലാഹ്, വഹാബികൾ പിടികൂടുന്ന ഒരു സ്ഥലമാണിത്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റിയ ആളല്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, മുഹദ്ദിസാണ്, പണ്ഡിതനാണ്. ഇമാമുന ഷാഫി തങ്ങൾ പറഞ്ഞ ആർക്കെങ്കിലും യുദ്ധചരിത്രം അറിയണമെന്ന പൂതിയുണ്ടോ, എന്നാൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖിനെ രാജിമാക്കുക എന്നാണ്. ബുഖാരിയിലെ കിതാബുൽ മഗാസിയിലെ ആദ്യത്തെ വാക്ക് ഖാല ഇബ്നു ഇസ്ഹാഖ്, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞിരിക്കുന്നു. ബുഖാരി അംഗീകരിച്ച ആളാണ്. ഒരു സ്ഥലത്തൊന്നല്ല ബുഖാരിയിൽ താരീഖായി വന്നിട്ടുള്ളൂ, മുസ്ലിമില് മുസ്നദായി തന്നെ വന്നിട്ടുണ്ട്. ആരാലും തായന് ചെയ്യപ്പെടാത്തൊരു വലിയ മഹാനാണ് ആര്? മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. വലിയ പണ്ഡിതൻ തന്നെ, വലിയ പണ്ഡിതനാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ എളിയ മകൻ മുഹമ്മദ്, അവരുടെ മകൻ ഖാസിമിന്റെ ശിഷ്യനാണ്.
അതേപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മകൻ അബാൻ എന്നവരുടെ ശിഷ്യനാണ്. അതേപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മകന്റെ ശിഷ്യനാണ്. വലിയ വലിയ സ്വഹാബികൾ, വലിയ വലിയ ആളുകൾ മൂപ്പര തിൽമീദന്മാരായിട്ടുണ്ട്. വലിയ ആളാണ്. വലിയ ഇൽമിന്റെ പാത്രങ്ങളിൽപ്പെട്ട ആളാണെന്ന് പറയാത്ത ആളില്ല. ആരും മൂപ്പരെ എതിർത്തിട്ടില്ല. പിന്നെ എതിർപ്പ് എന്താ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് വന്നിട്ടുണ്ട് മൂപ്പരെ സംബന്ധിച്ച്. അവിടെയാണ് വഹാബികളൊക്കെ പിടിക്കുന്നത്. ദജ്ജാലും മിന ദജാജില എന്നൊരു വാക്ക് പറഞ്ഞു പോയി. ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഈ ദജ്ജാല് പോലുള്ള പ്രയോഗങ്ങൾ ഒരു റിപ്പോർട്ടകന്റെ സ്ഥാനത്തെ തള്ളിക്കളയുമെന്നാണ് തത്വം. പക്ഷേ ഈ ദജ്ജാൽ അതിന് പറ്റില്ല. കാരണം ഇത് ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, ജർഹ് തഅദീലിൽ പറഞ്ഞ വാക്കല്ല. എന്താണത് പറയാനുള്ള കാരണം? കാരണം മൂന്നാണ് ഇമാം മാലിക് പറയാനുള്ള കാരണം. ഇമാം മാലിക് പറഞ്ഞത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ബനു അസ്ബഹ് കുടുംബമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ബനു അസ്ബഹ് കുടുംബമാണ്. ബനു അസ്ബഹ് എന്ന അറിയപ്പെട്ട വലിയൊരു കുടുംബമാണ് ഇമാം മാലിക്കിന്റെ കുടുംബം. അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി വെച്ച ആളാണ് ഇമാം മാലിക് തങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയല്ലോ, ബുഖാരിയിൽ നമ്മളെ മിഷ്കാത്തിലൊക്കെ വന്നപ്പോ മാലിക് ബിൻ അനസിൽ അസ്ബഹി എന്ന് പറയും. ബനു അസ്ബഹിലേക്ക് നിസ്ബയാണ്, അസ്ബഹിയാണ്. ഈ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അസ്ബഹി കുടുംബമാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങള് അസ്ബഹി കുടുംബ ഇമാം മാലിക്കിന്റെ നസ്ബ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് അസ്ബഹി കുടുംബമല്ല, മറിച്ച് അസ്ബഹി കുടുംബക്കാരുടെ മൗലമാരിൽപ്പെട്ട ആളാണ്. അവർ മോചിതരാക്കിയ അടിമയുടെ മക്കളിൽപ്പെട്ടവരാണെന്ന് ആര് മനസ്സിലാക്കി? ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ അബദ്ധം പറ്റുമല്ലോ, അങ്ങനെ മനസ്സിലാക്കി. മൗലമാരിൽപ്പെട്ട ആളെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു. ആര്? ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ. ഇബ്നു ഇസ്ഹാഖ് ഒന്നിനാത്രം പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. ഇമാം മാലിക്കിനോട് കടപിടിക്കുന്ന മർത്തബയിലില്ലെങ്കിലും അറിവ് വല്ലാത്ത രണ്ടുപേരും ഏകദേശം അടുക്കുന്ന അറിവാണ്. മുജ്തഹിദല്ല എന്നുള്ളൂ, മുഹദ്ദിസാണ്, വലിയ പണ്ഡിതനാണ്. അപ്പൊ ബനു അസ്ബഹ് ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രത്തിന്റെ ഗോത്രക്കാരനാണ് ഞാൻ എന്നാണ് ഇമാം മാലിക് പറഞ്ഞത്. അത് ശരിയുമാണ്, അതിൽ ഇഷ്കാലും ഇല്ല. പക്ഷേ ചരിത്രപരമായി പഠിച്ചപ്പോൾ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? അവരെ മൗലമാരെ മക്കളിൽപ്പെട്ടവരാണെന്ന്. അത് ചെന്നിട്ട് ഇമാം മാലിക്കിനോട് ആരോ പറഞ്ഞു, എന്ത് ഇങ്ങനെ നിങ്ങളെ മൗലമാരെ മക്കളിൽപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. നസബനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആര്? ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ എന്നൊരാൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ദജ്ജാലും മിന ദജാജില. ഒക്കെ അവൻ പറഞ്ഞ് കള്ളത്തരാണ്, ശരിയല്ല എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്ക് ഒരു വട്ടം ദുനിയാവെന്ന് മുമ്പര് പറഞ്ഞിട്ടുള്ളൂ. അല്ല, മുമ്പര് കിതാബിൽ ജർഹ് തഅദീലിന്റെ മർത്തബയിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അവരമ്മിൽ എതിർപ്പില്ല. ദജ്ജാലും മിന ദജാജില. ഒരു പൊള്ളറിഞ്ഞ് പച്ചപ്പൊള്ളാണ് പറഞ്ഞത്. അതാണ് ആ വാക്ക്. നൗഫൽ ബക്കാലിയെ പറ്റി ബുഖാരിയിൽ കാണാം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു നൗഫൽ ബക്കാലി ആണെങ്കിൽ വലിയ മഹാനാണ്. എന്നിട്ട് ബുഖാരി കാണാം അള്ളാന്റെ ശത്രു. എന്നാ അത് എപ്പോ പറഞ്ഞതാ? ഖളിർ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലുള്ള ഖളിർ അലൈഹിസ്സലാം അല്ല, വേറെ ആരാണെന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്ത് സംസാരിച്ചതാണ്. അത് ശരിയല്ല, പൊള്ളറിഞ്ഞതാണ്. പൊള്ളല്ല, ശരിയാണ്. എന്നിട്ട് ആരെങ്കിലും നൗഫൽ ബക്കാലിയെ സംബന്ധിച്ച് വേണ്ടാത്ത ആളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ദജ്ജാലും മിന ദജാജില എന്ന് പറഞ്ഞു. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് ഓരോ പൊടി 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 നോക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആദ്യ കിതാബാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹിൽ മുവത്ത എന്ന് പറഞ്ഞ മുവത്ത. ഇമാം ഷാഫി പറഞ്ഞതാണ്. ആ മുവത്തന്റെ ഇലലുകളും അതിന്റെ എല്ലാം നോക്കി പരിചയിച്ച് നോക്കി കറക്റ്റ് തെറ്റ് തീർത്തതായിരിക്കുന്ന ഇലലുകളും ഒക്കെ ഹദീസിന്റെ ഇലലുകളൊക്കെ നോക്കി ശരിയാക്കിയതാണ് ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതിൽ ഇലലില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കി ഇമാം മാലിക്കിന്റെ ഭാവന പ്രകാരം നന്നാക്കി നോക്കി ശരിയാക്കിയ കിതാബാണത്. അതാണ് ഇമാം ഷാഫി തങ്ങൾ ആദ്യം ഹിഫ്ളാക്കിയ ഹദീസിന്റെ കിതാബ്.
അതിനെ വല്ലാതെ പുകഴ്ത്തപ്പെട്ടതാണ്. അത് മുത്തബറക്കായ കിതാബുമാണ്. ആ കിതാബ് രചന കഴിഞ്ഞപ്പോ ഇബ്നു ഇസ്ഹാഖ് തങ്ങളോട് ആരോ പോയി പറഞ്ഞു, ഇമാം മാലിക് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്, ആ കിതാബിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന്. അപ്പൊ പറഞ്ഞു, അയരിളു അലയ്യ കിതാബഹു, ആ കിതാബ് ഒന്ന് എനിക്ക് കാണിച്ചു തരും. ഞാനൊരു മുഹദ്ദിസ് ആകുമ്പോ സ്വാഭാവികമായി നോക്കിയിട്ടല്ല അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അന ബൈത്താറുഹു, ഞാൻ അതിന്റെ ആലിമുൽ ഇലലാണ്. ബൈത്താർ എന്ന് പറഞ്ഞാൽ ആലിമുൽ ഇലൽ, ഞാൻ അതിന്റെ ഇലലുകൾ കണ്ടെത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞു. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല, ഇമാം മാലിക്കിന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാനും പാടില്ലല്ലോ. എല്ലാം തിരുത്തി നന്നാക്കി എഴുതിയതായി ഇമാം മാലിക്കിന്റെ കിതാബിനെ പറ്റി ഞാനും കൂടി ഒന്ന് പരിശോധിക്കട്ടെ എന്ന് ആര് പറഞ്ഞു? ഇബ്നു ഇസ്ഹാഖ് പറയണ്ടേ? അത് പറയണം. പക്ഷെ പറയാൻ പാടുണ്ടോ? ഇമാം മാലിക്കിൻ്റെതല്ലേ അല്ലേ? അപ്പൊ ഇമാം മാലിക്കും അതിൽ നിരപരാധിയാണ്. ഇബ്നു ഇസ്ഹാഖും നിരപരാധിയാണ്. അതാണ് അരീക്കാട് സംഭവത്തില് മുസ്തഫ ഫൈസി അൽ മുബാറക്കിൽ എഴുതി കെ ഉസ്താദും AP ഉസ്താദും തമ്മിലുള്ള പ്രശ്നത്തിനെ പറ്റി എഴുതി. അയാൾ എഴുതിയ ലേഖനത്തിന്റെ ഹെഡിങ് ആണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. എന്താണ്? AP-യുടെ കരം ശുദ്ധം, KK നിരപരാധി, ശത്രുതല്ല. AP-യുടെ കരം ശുദ്ധം, AP ഉസ്താദ് കട്ടിട്ടില്ല, എന്നാ അത് കട്ടെന്ന് പറഞ്ഞ KK നിരപരാധിയാണ് താനും. അത് പറയാൻ കാരണമുണ്ട്. AP-യുടെ കരം ശുദ്ധം, KK നിരപരാധി. രണ്ട് ഉസ്താദുമാരെയും ശുദ്ധരാക്കി വെക്ക. അപ്പൊ ഇമാം മാലിക് ത്വാന് ചെയ്തതല്ല അത് ഇമാം മാലിക് ഉറപ്പിച്ചു വെച്ച രാഷ്ട്രീയത്തിനെതിര് പറഞ്ഞപ്പോ കളവ് എന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? എന്നല്ലാതെ ജർഹ് തഅദീലിന്റെ ലഫ്ള് ആകുന്ന ദജ്ജാൽ എന്ന പ്രയോഗം അല്ല അത് എല്ലാവരും അംഗീകരിക്കപ്പെട്ടവരാണ്. ആര്? ഇബ്നു ഇസ്ഹാഖ് എന്നവർ വലിയ പണ്ഡിതൻ. മഗാസി ഉദ്ദേശിച്ചാൽ ഇബ്നു ഇസ്ഹാഖിലേക്ക് ആവശ്യമില്ലാത്ത ഒരു മനുഷ്യന് ലോകത്തില്ല എന്നാണ് പണ്ഡിതന്മാരുടെ ഇത്തിഫാഖ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീറ കിതാബ് എടുത്ത് നോക്കിയാൽ ഖാല ഇബ്നു ഇസ്ഹാഖ് 1000 വട്ടം കാണും നിങ്ങൾ ഓരോ കിതാബിൽ. അൽ ബിദായത്തു വന്നിഹായിലും മറ്റു കിതാബുകളിലൊക്കെ കാണും. ഇബ്നു ഇസ്ഹാഖിനെ തൊടാതെ ചരിത്ര റിപ്പോർട്ട് സമർത്ഥിക്കാൻ കഴിയുന്നവരില്ല. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ത്വാന ചെയ്തതല്ല, ദേഷ്യം പിടിച്ച് പറഞ്ഞൊരു വാക്കാണ്. രണ്ടുപേരും നിരപരാധികളാണ്. അവർ രണ്ടുപേരും ഉന്നതരാണ്. എത്രത്തോളം? ഇബ്നു ഇസ്ഹാഖ് തങ്ങളെ ഇറാഖിലേക്ക് യാത്രയാവുകയാണ് മദീനയിൽ നിന്ന്. രണ്ടാളും മദീനയിലാണുള്ളത്. മദീനയിൽ നിന്ന് യാത്രയാകുമ്പോൾ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനക്ക് 50 ദീനാറ് കൊടുത്ത് ഹദിയ കൊടുത്തിട്ടാണ് ഇമാം മാലിക് പറഞ്ഞയച്ചത്. തമ്മിൽ സന്തോഷമായി 50 ദീനാർ ആര് കൊടുത്ത്? ഇമാം മാലിക് കൊടുത്തിട്ട് യാത്ര അയച്ചു. ആരെ? ഇബ്നു ഇസ്ഹാഖിനെ. ആരാ കൊടുത്തത്? ഇമാം മാലിക്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും മനസ്സിലാക്കി വെക്കരുത് കേട്ടോ. വളരെ ചരിത്രപരമായും ഹദീസ് പരമായും വളരെ കഴിവുള്ളവരാണെന്ന് ഇമാമിങ്ങൾ. സ്വദൂഖ് എന്ന് പറയാത്ത ആളില്ല. നിങ്ങൾ തഹ്ദീബ് എടുത്ത് നോക്കി, സദൂഖുൻ ഫിഖത്തുൻ ഇങ്ങനെയൊക്കെയാണ്. വിശ്വസ്തനാണ്, അംഗീകരിക്കാൻ പറ്റിയ ആളാണ്. അപ്പൊ വഹാബിക്ക് അങ്ങോട്ട് ഈ പഠിക്ക കയറാൻ അവകാശമില്ല. ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ പറയുകയാണ്, ലമ്മാ കാനൽ യൗമു സാബിഉ, മുത്തുനബിയുടെ ജന്മത്തിന്റെ 7ാമത്തെ ദിവസമായപ്പോൾ ദബഹ അൻഹു, നബിയെ തൊട്ട് അറവ് നടത്തി ജദ്ദുഹു, വല്യാപ്പ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വല്യാപ്പ റളിയല്ലാഹു അൻഹു വലിയൊരു വലീമത്തൊക്കെ സംഘടിപ്പിച്ചു. ആ വലീമത്ത് സംഘടിപ്പിക്കുമ്പോ ഈ പേരിടലും അറവും സുന്നത്തേക്കലും ഒരു ദിവസമാണ് അക്കാലത്തൊക്കെ ഉണ്ടാകുക. അപ്പൊ ഇന്ന് സുന്നത്തേക്കലാന്ന് പറഞ്ഞാലും ഇന്ന് പേരിടലാന്ന് പറഞ്ഞാലും അറുവിന്റെ ദിവസമാണെന്ന് പറഞ്ഞാലും അക്കീക്കത്തിന്റെ അറുവിന്റെ ദിവസം പറഞ്ഞാലും ഒക്കെ ഒന്നെ അവരുടെ കാലത്ത്. അപ്പൊ 7ന്റെ അന്ന് എന്ത് ചെയ്തു? പേരുവിട്ട് പറഞ്ഞിട്ട് അറവും നടത്തി
പിന്നെ സദ്യയും നടത്തി, ഖത്തിനും നടത്തി എന്ന് നാളെ റിപ്പോർട്ട് പറഞ്ഞിരുന്നില്ല. ലൈഫായ റിപ്പോർട്ടാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? ഖത്തിനതിന് ജനിക്കുമ്പോൾ തന്നെ മഖ്തൂനായ നിലക്കല്ലേ ജനിച്ചത് അല്ലേ? നമ്മളത് സമർത്ഥിച്ചില്ലേ? ഖത്തിന്റെ സദ്യ നടത്തി എന്നർത്ഥം വെക്കണം. ഖത്തനഹു എന്ന് പറഞ്ഞാല് അബ്ദുൽ മുത്തലിബ് ഖത്തനിന്റെ സദ്യ നടത്തി. സദ്യ നടത്തൽ ജാഹിലിയ കാലത്തെ ഉള്ളതാണെന്ന് ഇസ്ലാം അംഗീകരിച്ചതുമാണ്. ഖത്തിന് ചെയ്താൽ ഒരു വലീമത്ത് നടത്തുകയും ചെയ്തു എന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലും പറയുന്നുണ്ട് ഉലമ വലീമത്തൻ. നമ്മളൊക്കെ വലീമത്ത് നടത്തല്, സദ്യ നടത്തല് ജനങ്ങൾക്കല്ലേ അല്ലേ? മുത്തുനബിന്റെ വലീമത്ത് ജനങ്ങൾക്ക് മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്. ഭക്ഷണങ്ങൾ കണ്ട് ഉണ്ടാക്കിയിട്ട് 1.5 ഭക്ഷണം ഉണ്ടാക്കി. ആര്? അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് ഒരു ഭാഗം കാട് ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി, കാട്ടുജന്തുക്കൾക്ക് വേണ്ടി വലീമത്ത്. ഒരു ഭാഗം മനുഷ്യർക്ക്. അങ്ങനെ ആ വലീമത്തൊരു പ്രസിദ്ധമായ പേര് തന്നെ ഉണ്ടായിരുന്നു അതിന്. അബ്ദുൽ മുത്തലിബിന്റെ വലീമത്ത് പോലെ എന്ന് എല്ലാവരും പറയും. അങ്ങനത്തെ ഒരു വലീമത്ത നടത്തി. അതില് ഖത്തനഹു എന്നാണ് ചിലതില്. സുന്നത്ത് ചേച്ചി സുന്നത്താണെങ്കിലോ ജനിക്കുമ്പോ തന്നെ ഓർക്ക് സുന്നത്ത് ചേച്ചി പറഞ്ഞാല് എന്താർത്ഥം? സുന്നത്തൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ആ തൊലി തന്നെ പടക്കപ്പെടാത്ത രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത്. ആ തൊലി പടക്കപ്പെടുകയും അതിനെ മുറിക്കപ്പെട്ട രൂപത്തിലാണ് മറ്റ് അമ്പിയാക്കന്മാരിൽ 12 നബിമാര് ജനിച്ചത്. ഇപ്പൊ ജനിക്കുന്ന കുട്ടികളിൽ അങ്ങനെ ചിലരിൽ കാണാറുണ്ട്. അതും തൊലി മുറിക്കപ്പെട്ട നിലക്കാണ് കാണപ്പെടുക. അപ്പൊ അതുകൊണ്ട് അത് നബിന്റെ ഖുസൂസിയത്ത് അല്ല എന്ന് പറയരുത്. ഖുസൂസിയത്ത് തന്നെയാണ്. എങ്ങനെയാണ് ഖുസൂസിയത്താവല്? അതില്ലാതെ പടക്കപ്പെട്ടു എന്നുള്ള മജാദാണ് മഖ്തൂൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലത്തൊരു ഉസ്താദിന്റെ ഇഷ്കാൽ പോയി. നാടൻ മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ളതാണ് ആ ഏട്. മൂല്യന്മാർക്കുള്ളതല്ല. മൂല്യന്മാർക്ക് ഇവിടെ ഏട് പോക്കറ്റിൽ ഇല്ലാത്തവർ കാണാതെ ഇല്ല. നാടന്മാരെ കയ്യിലേ ഉണ്ടാവില്ല. ദിക്റിന്റെ ഏടും കൊണ്ടടക്കൂല. ഇങ്ങനെ വലിയ ജിബിരിയിലായി ഇങ്ങനെ നടക്കും. ഒരു ദിക്കിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെ, നമ്മൾ നേരിട്ടുള്ള ബന്ധമല്ലേ. അള്ളാഹും നമ്മളും അല്ലാഹ്. മഹാനായ ജീലാനി തങ്ങളുടെ 100 കണക്കിന് ആത്മീയ ഖസീദകളിൽ നിന്ന് ഒരു അറിയപ്പെട്ട ഖസീദയാണ് ഹംദിയ ഖസീദ. അത് വളരെ ബർക്കത്തുള്ള ഖസീദയാണ്. അതിന്റെ ഫവായിദുകൾ വളരെ കൂടുതലാണ്. ഏതായാലും അത് ചൊല്ലി. അതിന്റെ ശേഷം കഫാക്ക എന്ന ഖസീദയും ചൊല്ലാറുണ്ട്. അതും ജീലാനി തങ്ങൾ ചൊല്ലിയത് തന്നെയാണ്. 3 വരി 40 കാഫിനാൽ ഉണ്ടാക്കിയതാണ്. കാഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരാണ്. കാഫ് ഹായ ഐൻ സ്വാദ് അള്ളാഹുവിന്റെ പേരാണെന്ന് ഇമാം ബൈലാവി ഒരു തഫ്സീർ ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞു, യാ കാഫ് ഐൻ സ്വാദ്, അത് അള്ളാഹുവിന്റെ പേരാണെന്ന് അർത്ഥം. ബൈലാവി ഇമാം അർത്ഥം പറഞ്ഞത് യാ മുൻസില കാഫ് ഐൻ സ്വാദ്. അങ്ങനൊക്കെ കൂടി അർത്ഥം പറയാനേ കുറച്ച് പണി ഉണ്ടാവൂലേ. ഏതായാലും കാഫ് ആയാൻ സ്വാദ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരാണെന്നും അള്ളാഹുവിന്റെ പേരാണെന്നൊക്കെ ഉണ്ട്. ഏതായാലും കാഫ് വല്ലാത്ത കാവലിന്റെ കാഫായിട്ട് ജീലാനി തങ്ങൾ എഴുതിയതാണ്. അത് വലിയ ബർക്കത്തുള്ളതാണ്. അതിന് ഷറഹുകളുണ്ട്. അതിന് 2 ഷറഹ് വൈലത്തൂർ ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അതിന് ഒരു ചെറിയ ഷറഹ് ഷാ വലിയുള്ളാഹി ദഹ്ലവി എഴുതിയിട്ടുണ്ട്. ആക്കപ്പെടുണ്ട്. അത് പതിവാക്കുന്ന ആളുകൾക്ക് സിഹിർ ഏൽക്കുകയില്ല, കണ്ണേൽക്കുകയില്ല, അസുദ് ഏൽക്കുകയില്ല, ശൈത്താൻ കൊടുക്കുകയില്ല എന്നൊക്കെ അതിന്റെ ഷറഹില് ഷാ വലിയുള്ളാഹി തങ്ങൾ പറയുന്നു. അപ്പൊ കഫാക്ക അത് നല്ല ബർക്കത്തിന്റെ ബൈത്താണ്. അതും വേഗം ചൊല്ലി തീർക്കണം. ചൊല്ലി മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദി
سقاني الحب كاسات الوصال فقلت لخمرتي نهوي تعالي سعت ومشت لنحوي في كؤوسي فهمت بسكرتي بين الموالي وقلت لسائر الأقطاب لوموا بحاني وادخلوا أنتم رجالي وهموا واشربوا أنتم جنودي فساقي القوم بالوافي ملالي شربتم فضلتي من بعد سكري ولا نلتم علوي واتصالي مقامكم العلا جمعا ولكن مقامي فوقكم ما زال عالي أنا في حضرة التقريب وحدي يصرفني وحسبي ذو الجلال أنا البازي يشهب كل شيخ وماذا في رجال أعطي مثالي درست العلم حتى صرت قطبا ونلت السعد من مولى الموالي كساني خلعة بترازي عزي وتوجني بتيجان الكمال وأطلعني على سر قديم وقلدني وأعطاني سؤالي طبولي في سماء والأرض دوقت وشاويش سعادة قد بدا لي نبي هاشمي مكي حجازي هو جدي به نلت الموالي أنا الحسني والمخدع مقامي وأقدامي على عنق رجالي وولاني على الأقطاب جمعا فحكمي نافذ في كل حال نظرت إلى بلاد الله جمعا كخردلتي على حكم اتصالي ولو ألقيت سري فوق نار لخمدت وطفت من سري حالي ولو ألقيت سري فوق بيتي لقام بقدرة المولى مشاني ولو ألقيت سري في جبالي لدكت وخطفت بين رمالي ولو ألقيت سري في بحاري لصار الماء غورا في زوالي وما منا شهر طهورا تمر وتنقضي إلا هتالي وتخبرني بما يأتي ويجري وتعلمني فأقصر جدالي بلاد الله ملكي تحت حكمي ووقتي قبلي قد سفاني مريدي لا تقف واخشه
عند القتال مريدي لا تقف الله ربي يطعني رفعة ذلت المعالي مريديهم وطب واستحوى ظني وفعل ما تشاء فالاسم عالي وكل ولي له قدم وإني على قدم النبي بدر الكمال إمامي شافعي جدي بي وهو ذخر به نلت المعالي أنا جيلي يمحي ديني اسمي وأعلامي على رأس الجبال فما في أولياء الله مثلي وما في العلم والتصريف حالي رجالي قد حموا خيمي يا ليلى ونعلم في علا أقصامنا لرجالي لا والله لهم جليس ولا يخشى جليس ولا يبالي رجالي في هواجرهم صيام وفي ظلم الليالي كالآلي وعبد القادر المسهور اسمي وجدي صاحب عين الكمال موالي محيي الدين سلطان رجالي مرادي شيخ محيي الدين مرادي كفاك ربك كم يكفيك وكيفتا كيف كفوها ككمي نمكنامي كليكا تكرك ركك للكليف كبدي تهكيم شكشكتا كلت لك كليكا كفاك من بك كالكف قربته يا كوكب كلتا كي كوكب فلك مولاي صلي وسلم دائما أبدا على حبيبك خير الخلق